ഭാനുമതിയും സ്വപ്നയും കൂടി മഞ്ജുവിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിൽ നിൽക്കുവാണ്. ഈ സമയം മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഞ്ജുവിനെ കാണുന്നതും ഭാനുമതി ചോദിക്കണേ, എന്തായി, നീ ഒരു തീരുമാനത്തിലെത്തിയോ? ഞാൻ പറഞ്ഞതുപോലെ നീ നിന്റെ ജോലി രാജിവെക്കുന്നോ, അതോ നിനക്ക് നിന്റെ ജീവിതത്തെക്കാളും വലുത് ആ ജോലിയാണോ? അന്നേരം മഞ്ജു പറയണേ, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ ജോലി രാജിവെക്കാൻ പറ്റില്ല. അമ്മ മറ്റെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. അന്നേരം ഭാനുമതി പറയണേ, അത് ശരി, അപ്പോൾ നിനക്ക് എല്ലാത്തിനേക്കാളും വലുത് ആ ജോലിയാണല്ലേ? എങ്കിൽ ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഈ സമയത്ത് തന്നെ ഗിരി അവിടെ എത്തുവാണ്. അങ്ങനെ ഗിരി എത്തുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഭാനുമതി ഗിരിനെ അറിയിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗിരിയോട് ഇതിലൊരു തീരുമാനം പറയണമെന്ന് പറയുവാണ്. അന്നേരം ഗിരി പറയണേ, എനിക്ക് പോലീസുകാരെ ഇഷ്ടമല്ല, ഇവളി പോലീസ് യൂണിഫോം ഇടുന്നതും എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഇവളെ എനിക്കൊരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവൾ എന്ത് ജോലിക്ക് പോകണം എന്ന് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. ഗിരിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാനുമതി അമ്മയെ സ്വപ്നയും ഷോക്കാകുവാണ്. തനിക്ക് വേണ്ടി ഗിരിയേട്ടൻ സംസാരിച്ചല്ലോ എന്നോർത്ത് മഞ്ജുവിൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. മഞ്ജു അങ്ങനെ സന്തോഷത്തോടെ റൂമിലേക്ക് പോകുവാണ്. പിന്നീട് രാത്രി കിടക്കുന്ന റൂമിൽ കിടന്നുറങ്ങുന്ന ഗിരീനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം മഞ്ജു കിടക്കാതെ ഗിരിയുടെ അരികിൽ തന്നെ ഇരുന്ന് ഗിരിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന ഗിരി കാണുന്നത് മഞ്ജു ഇങ്ങനെ എണീറ്റ് തന്നെ നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഗിരി പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കും മഞ്ജു വന്ന് ഞെട്ടിപ്പോകുവാണ്. അങ്ങനെ മഞ്ജു ചാടി എഴുന്നേറ്റ് പേടിച്ചങ്ങ് മാറി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്